നമസ്കാരം. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നടന്ന കൊലപാതക കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് മുൻപ് നിരപരാധിയായ ഒരു വയോധികനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന വിവാദം. 68-കാരനായ അബൂബക്കർ കൊലപാതകിയല്ലെന്ന് തെളിഞ്ഞിട്ടും 6 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. ഭീഷണിപ്പെടുത്തി പോലീസ് സമ്മതിപ്പിച്ചതാണെന്ന് അബൂബക്കർ വെളിപ്പെടുത്തി. പിന്നീട് യഥാർത്ഥ പ്രതികൾ പിടിയിലായതോടെ അബൂബക്കറിനെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും ഒരു നിരപരാധിയെ കൊലപാതകത്തിന്റെ ഭാരവുമായി ജയിലിലടച്ച സംഭവം പോലീസിന്റെ അന്വേഷണ രീതികളെയും ഉത്തരവാദിത്തത്തെയും ചോദ്യം ചെയ്യുകയാണ്. കൊലപാതകത്തിൽ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത അബൂബക്കർ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായി. മകന്റെ സർക്കാർ ജോലി കളയുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതിനാലാണ് കുറ്റം സമ്മതിച്ചതെന്നാണ് അബൂബക്കർ പറയുന്നത്. കേസിൽ യഥാർത്ഥ പ്രതികൾ പിന്നീട് പിടിയിലായതിനാൽ അബൂബക്കറിന്റെ പേരുള്ള കൊലക്കുറ്റം ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കൊലപാതകി അല്ലാതിരുന്നിട്ടും 6 ദിവസം കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലായി കഴിയുകയായിരുന്നു അബൂബക്കർ. തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ തനിച്ചു താമസിച്ചിരുന്ന 58-കാരി ഈ മാസം 17-നാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ പള്ളിയിലെ ജീവനക്കാരനായിരുന്ന ഇയാൾ ശനിയാഴ്ച രാത്രി ഈ വീട്ടിൽ എത്തിയിരുന്നതായും ഫോൺ വിളിച്ചതായും കണ്ടെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊലപാതക കേസിൽ അബൂബക്കർ റിമാൻഡിൽ കഴിയവേ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കാണാതായ മൊബൈൽ ഫോൺ മറ്റൊരു സിമ്മിട്ട് പ്രവർത്തിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതികളായ തൃക്കുന്നിപ്പുഴ പതിയാങ്കര സ്വദേശി സൈനുൽ ആബ്ദിനും ഭാര്യ അനീഷയും പിടിയിലായത്. അബൂബക്കറിന്റെ കാര്യത്തിൽ കാട്ടിയ അമിത വേഗം അബദ്ധമായെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസ് കൊലക്കുറ്റത്തിൽ നിന്നും ഇദ്ദേഹത്തെ ഒഴിവാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു. എന്നാൽ പീഡനം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിർത്തി. അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴും പ്രോസിക്യൂഷൻ ഈ വാദത്തിൽ ഉറച്ചുനിന്നു. നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കിയെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചു കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. പോലീസിനെതിരായ നിയമ പോരാട്ടം തുടരുമെന്നും അബൂബക്കറിന്റെ കുടുംബം അറിയിക്കുന്നുണ്ട്. റിമാൻഡിലായ 1-ാം പ്രതി സൈനുൽ ആബ്ദിനെ കസ്റ്റഡിയിൽ വാങ്ങി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 2-ാം പ്രതി സൈനുൽ ആബ്ദിന്റെ ഭാര്യയുമായ അനീഷയെ റിമാൻഡ് ചെയ്ത് അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റി. ആലപ്പുഴ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അബൂബക്കറിനെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ഭാഗം. കൊലപാതകം നടത്തിയത് തൃക്കുന്നിപ്പുഴ സ്വദേശികളായ ദമ്പതികളാണെന്ന് പോലീസ് കണ്ടെത്തി. അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുകയാണെന്നും വാർത്തകളുണ്ടായിരുന്നു. കൊലപാതകത്തിൽ അബൂബക്കറിന് പങ്കില്ലെങ്കിലും വയോധികയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അറസ്റ്റിലായ സൈനുൽ ആബ്ദിനും ഭാര്യ അനീഷയുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. പോലീസിനെതിരെ അബൂബക്കറിന്റെ കുടുംബം നേരത്തെ തന്നെ രംഗത്തെത്തിയതാണ്. അബൂബക്കർ കൊല്ലപ്പെട്ട വയോധികയുടെ വീട്ടിൽ പോയത് കത്തു നൽകുവാനാണെന്നും ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി അബൂബക്കറിനെ കൊലപാതകിയാക്കിയെന്നുമാണ്. അബൂബക്കർ അല്ല കൊലയാളിയെന്ന് തെളിഞ്ഞിട്ടും കുടുക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് മകൻ റാഷിം പറഞ്ഞത്. 58-കാരിയുടേത് മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമല്ലെന്ന സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. പോലീസിനെ വഴിതെറ്റിച്ചത് വയോധികയുടെ സ്വർണമാണ്. അവരുടെ ആഭരണം വീട്ടിൽ കണ്ടെത്തിയതോടെയാണ് മോഷണമല്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ഓഗസ്റ്റ് 17-നാണ് ഇത്തരത്തിൽ തനിച്ചു താമസിക്കുകയായിരുന്ന വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ അബൂബക്കർ ഇവരുടെ വീട്ടിൽ പോയിരുന്നുവെങ്കിലും ഇയാൾ മടങ്ങിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ കൊലപാതകം നടന്നത്. ശ്വാസമുട്ടലുണ്ടെന്ന് വയോധിക പറഞ്ഞപ്പോൾ അബൂബക്കർ അവിടെ ഉണ്ടായിരുന്ന ശീതളപാനീയം ഇവർക്ക് നൽകുകയും അവർ ഉറങ്ങിയ ശേഷം 11 മണിയോടെ മടങ്ങി വരികയും ചെയ്തിരുന്നു. അബൂബക്കർ പോയതിനു ശേഷം ഈ ദമ്പതികളായ മോഷ്ടാക്കൾ റംലയുടെ വീട്ടിൽ കയറുകയും മോഷണ ശ്രമത്തിനിടെ അവരെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പിടിയിലായ സൈനുൽ ആബ്ദിൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഒരു കൊലക്കേസിൽ സത്യാവസ്ഥ വെളിപ്പെടുന്നതിന് മുൻപേ നിരപരാധിയുടെ ജീവിതം തകർത്ത് കളഞ്ഞ അന്വേഷണത്തിന്റെ കഥയാണ് ഈ തോട്ടപ്പള്ളിയിൽ നിന്നുയർന്നത്. കൊലപാതകിയല്ലെന്ന് തെളിഞ്ഞിട്ടും 6 ദിവസം ജയിലിലെ ഇരുണ്ട മതിലുകൾക്കുള്ളിൽ അബൂബക്കർ കഴിച്ചുകൂട്ടേണ്ടി വന്നു. ഇപ്പോൾ മോചിതനായാലും നഷ്ടപ്പെട്ട ദിനങ്ങളും മാന്യതയും തിരികെ കിട്ടുമെന്നതാണ് ചോദ്യമുയരുന്നത്. തെറ്റുകൾ സമ്മതിച്ച് പോലീസിനെതിരെ നിയമ പോരാട്ടം തുടങ്ങാനൊരുങ്ങുന്ന കുടുംബം നീതി വൈകിയാലും വരുമെന്ന് വിശ്വസിക്കുമ്പോൾ മനുഷ്യജീവിതത്തോടുള്ള ഉത്തരവാദിത്തം ഓർക്കേണ്ടത് അന്വേഷണ സംവിധാനമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.